കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത വിനോദസഞ്ചാരികളുടെ കാർ തോട്ടിലേക്ക് മറിഞ്ഞു. ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടോബി, എപ്പോഴായിരുന്നു ഈ അപകടം? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു അപകടം നടന്നത്. ഏവരെയും ഞെട്ടിച്ചിരുന്നു. കാരണം ഇത്തരത്തിലൊരു അപകടം ഇവിടെ സംഭവിക്കുമോ എന്നുള്ളതായിരുന്നു ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഈ 4 പേരും ഹൈദരാബാദിലുള്ളവരാണ്. അവർ മൂന്നാറിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയായിരുന്നു. കുറുപ്പന്തറ വഴിയാണ് കടന്നുപോയത്. പക്ഷേ ഇവിടെ ഒരു വളവുണ്ട്. ആ വളവിൽ വണ്ടി തിരിഞ്ഞു പോകാതെ നേരെ ഈ കടവിലേക്ക് വന്ന് വണ്ടി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കിവിടെ ഉള്ളവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇവരെങ്ങാണ്ട് ടൂറെല്ലാം കഴിഞ്ഞ് ആലപ്പുഴയ്ക്ക് പോകാണ്ട് വന്നു കഴിയുമ്പോഴത്തേന് മഴയൊക്കെ അല്ലായിരുന്നു. അപ്പൊ നേരെയൊക്കെ പോകുന്നു, വണ്ടി പോകുന്നു. ഇപ്പം വളവൊന്നും കണ്ടില്ല, നേരെ പോകുന്ന വീണ് കഴിയുമ്പോഴത്തേന് വണ്ടി മൊത്തം ലോക്കല്ലായിരുന്നു. വെള്ളം കയറിയില്ല, വണ്ടി കുറെ അങ്ങ് ഒഴുകിപ്പോയി. അപ്പോൾ അങ്ങനെ മേള് തുറന്ന് ചാടി രക്ഷ നീന്തൽ അറിയായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇവിടുന്ന് പോലീസുകാരെ വിളിച്ച് ഫയർഫോഴ്സുകാരെ വിളിച്ച് വന്നിട്ട് നോക്കിയിട്ട് വണ്ടി കണ്ടില്ല. പിന്നെ അവർക്ക് അപകടമൊന്നും പറ്റിയില്ല. അവരെ പോലീസ് പോയിട്ട് വെളുപ്പിനെ വന്നു. ഇപ്പൊ ഞങ്ങൾ തപ്പാൻ 4 പേര് വേണം വണ്ടി. ഈ വളവിന്റെ ഒരു പ്രശ്നമുണ്ട്. വളവിന് നല്ല പ്രശ്നമുണ്ട്. അതായത് ഇവിടെ ഒരു വളവുണ്ട്. ആ വളവ് തിരിഞ്ഞ് പോകേണ്ടതാണ്. പക്ഷേ ആ വാഹനം വളവ് തിരിഞ്ഞ് പോകാതെ നേരെ ഈ തോട്ടിലേക്ക് വരികയായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നുകൊണ്ടാകാം എന്നുള്ളൊരു സംശയമാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. അവർ ഇവിടെ തന്നെയുണ്ട്. ഒരു ലോഡ്ജിൽ അവർ മുറിയെടുത്തിട്ടുണ്ട്. ഈ 4 പേർക്കും മറ്റ് പരിക്കുകളൊന്നുമില്ല. ഈ അപകടത്തിന്റെ ഒരു ഞെട്ടലിലാണ് അവർ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വാഹനം ഉയർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഈ തോട്ടിലൂടെ വാഹനം തോട്ടിലേക്ക് മറിഞ്ഞതിന് ശേഷം അവിടെ നിന്നും ഒരു 50 മീറ്റർ അപ്പുറത്തേക്ക് ഈ വാഹനം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒഴുകിപ്പോകുന്നതിനിടയിലാണ് ഈ 4 പേരും വാഹനത്തിൽ നിന്നും അത്ഭുതകരമായി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്, രക്ഷപ്പെട്ടത് എന്നാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. എന്തായാലും ഇത് ഈ 50 മീറ്റർ ഒഴുകിപ്പോയത് കൊണ്ട് തന്നെ ഈ കടവിലേക്ക് വാഹനം എത്തിക്കാൻ വേണ്ടി വലിച്ചുകൊണ്ട് ക്രെയിൻ ഉപയോഗിച്ച് വടം കെട്ടി വാഹനം വലിച്ച് ഈ കരയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നാട്ടുകാർ നടത്തുന്നത്. ഫയർഫോഴ്സ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്, പോലീസ് എത്തിയിട്ടുണ്ട്. ഈ ഒരു കടവിന്റെ ഒരു പ്രത്യേകത, പലപ്പോഴും ഇവിടെ സൈൻ ബോർഡുകളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വാഹനങ്ങൾ നേരെ വന്ന് ടാർ ചെയ്തിട്ടുള്ള ഒരു വഴിയാണ് ഈ കടവിലേക്ക്. അതുകൊണ്ട് തന്നെ പല വാഹനങ്ങളും നേരിട്ട് വന്ന് ഈ കടവിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ പറയുന്നത്. എന്തായാലും അത്ഭുതകരമായി ഇവിടെ ഈ 4 പേരും രക്ഷപ്പെട്ടു. ഒരു പക്ഷേ വലിയൊരു ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. സാധാരണ ഇത്തരത്തിൽ ഒഴുക്കുള്ള ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിൽ നല്ല ഒഴുക്കുമുണ്ട് ഈ ഒരു തോട്ടിൽ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപ്പെടുക അസാധ്യമാണ് എന്ന് പോലും ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, വാഹനം ഈ കരയിലേക്ക്, ഈ കടവിലേക്ക് അടുത്ത് വരികയാണ്. എൻഡവർ വാഹനമാണ്. ഹൈദരാബാദിൽ നിന്നുള്ളവരാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു ഈ വാഹനത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ വിദ്യാർത്ഥികളായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ വാഹനം ഇപ്പോൾ കരയിലേക്ക് അടുത്ത് വരികയാണ്. പ്രദേശത്തുള്ളവരെല്ലാം തന്നെ, നാട്ടുകാരാണ് അത് ഉയർത്താൻ വേണ്ടിയുള്ള, വാഹനം ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. സൈൻ ബോർഡുകൾ കൃത്യമായിട്ട് ഈ വഴിയിലില്ലായിരുന്നു. ഒപ്പം തന്നെ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ ഒരു ടേണിംഗ് കാണിക്കുന്നില്ല എന്നാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ പറയുന്നത്. മുൻപും പല വാഹനങ്ങളും ഇവിടെ മറിഞ്ഞിട്ടുണ്ട്, ഇതുപോലെ തന്നെ മറിഞ്ഞിട്ടുണ്ട്. ചേട്ടാ, മുൻപ് ഇതുപോലെ വാഹനങ്ങൾ വല്ല ഇവിടെ മറിഞ്ഞിട്ടുണ്ടോ? പല പ്രാവശ്യം വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇതിന് പഞ്ചായത്തോ അധികൃതരോ ഒരു നടപടി എടുത്തിട്ടില്ല. ആദ്യമല്ല. ഇവിടെ സാധാരണ ഞങ്ങളൊക്കെ വൈകിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു വിടാറുണ്ട്, തിരിച്ചു പോകാൻ പറഞ്ഞു വിടാറുണ്ട്. ഇതിപ്പോ ഞങ്ങളുടെ നാട്ടുകാരുടെ കഴിവുകൊണ്ട് ഈ വണ്ടി ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്നു. ഫയർഫോഴ്സിനെ വിളിച്ച് ഇതെല്ലാം കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വന്നു. അവരിന്നലെ വൈകിട്ട് വന്ന് നോക്കിയിട്ട് പോയി. രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നിട്ട് എന്നാ ചെയ്യാൻ, അവിടെ ക്രെയിൻ ജയിലിൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞങ്ങൾ നാട്ടുകാർ കൂടി വലിച്ചു നിർത്താണ് ഇപ്പൊ ഇത് കയറിക്കൊണ്ട്. മൊത്തം ചെയ്യുന്ന നാട്ടുകാരാണ്. ഇവർ നിൽക്കുന്നു. ഈ സൈൻ ബോർഡില്ലാതെ ഈ വഴിയുടെ ഒരു വളവ് അറിയാതെ നേരെ അതുകൊണ്ട് വരുന്നതാണ്. ഗൂഗിൾ മാപ്പ് നോക്കി വരുമ്പോ 3-4 പ്രാവശ്യമല്ല, 6-7 വർഷങ്ങളായിട്ട് തന്നെ പരിപാടി. 6-7 വർഷമായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പലരും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത് എന്നുള്ളൊരു വിവരമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. എന്തായാലും ആ വാഹനം ഇപ്പോൾ നമുക്ക് കാണാം, ഈ തീരത്തോട് അടുത്തിട്ടുണ്ട്, ഈ കടവത്തോട് അടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വടമൊന്ന് ടൈറ്റ് ചെയ്ത് ആ വാഹനം ബാക്കിയുള്ള ഒരു സ്ഥലം കൂടി വലിച്ചു കയറ്റാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. നല്ല ഭാരമുള്ള വാഹനമായതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ മുങ്ങി നിൽക്കുന്നുണ്ട്. ആ അടിത്തട്ടിൽ തട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിച്ചു കയറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രെയിൻ
കൊണ്ടുവന്നത്. രാവിലെ ആളുകൾ വടം കെട്ടി കാറ് വലിച്ചു കയറ്റാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അത് പക്ഷേ പരാജയപ്പെട്ടു. ഫയർഫോഴ്സ് പക്ഷേ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയി എന്നാണ് ഈ ഇവിടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ എല്ലാവരും തന്നെ ഒരുമിച്ച് ഇറങ്ങി ഈ വാഹനം കയറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. എന്തായാലും ഈ 4 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. മുൻപും പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഓട്ടോറിക്ഷ സമാനമായ രീതിയിൽ ഇവിടെ മറിഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിന് സമാനമായ രീതിയിലാണ് ഈ വഴിയറിയാത്ത ആളുകൾ ഗൂഗിൾ മാപ്പിട്ട് നേരിട്ട് വന്ന് ഈ കടവിലേക്ക് വന്ന് ചാടുന്നത്. ഒരു സൈൻ ബോർഡോ ഒരു തടസ്സങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആകപ്പാടെയുള്ള ഒരു ചെയിൻ മാത്രമാണ് ഈ കടവിലുള്ളത്. ആ ചെയിൻ പക്ഷേ നിലത്ത് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അറിയത്തുമില്ല. ആ ടാറിന്റെ അകത്ത് ഇവിടെ ഒരു ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇട്ടിരിക്കുന്ന ചെയിൻ, തടസ്സത്തിന് വേണ്ടി ഇട്ടിരിക്കുന്ന ചെയിൻ ഒരു ടാറിൽ മുങ്ങിക്കിടക്കുക. ടാറിന്റെ അതിന് മുകളിലൂടെ ടാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തടസ്സങ്ങളുമില്ല. ഒരു വഴി പോലെ തന്നെ തോന്നും. നേരിട്ട് വന്ന് വെള്ളം ഒപ്പനിരപ്പിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നേരിട്ട് ആ വാഹനം വന്ന് ചാടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കാണാം. എന്തായാലും വാഹനം ഇപ്പോൾ കടവത്തോട് അടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് ഈ ഒരു വശത്തേക്ക് കൊണ്ടുവരണം. ഒരു തെങ്ങിൽ കയറ് കെട്ടിയാണ് ഈ വാഹനം ഇത്രയും എത്തിച്ചത്. ഇനി നേരിട്ട് ഈ കടവിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത വിനോദസഞ്ചാരികളുടെ കാറാണ് തോട്ടിലേക്ക് മറിഞ്ഞത്. ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത്. 4 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇപ്പോൾ നാട്ടുകാരുടെ മുൻകൈയിൽ തോട്ടിലേക്ക് മുങ്ങിപ്പോയ വണ്ടി തിരിച്ച് കരയിലേക്ക് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.